നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് ഒത്തിരി ഫേമസ് ആകുന്ന ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ഒത്തിരി പേരെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് കരിസ്മാറ്റിക് ശുശ്രൂഷകൾ. കത്തോലിക്ക സഭയുടെ പുറത്ത് മറ്റ് ഡിനോമിനേഷനുകളിലൊക്കെ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, കരിസ്മാറ്റിക് ശുശ്രൂഷകൾ നടത്തുന്ന പാസ്റ്റർമാർ. ഈ ധ്യാന ഗുരുക്കന്മാർ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്ന അത്ഭുത അടയാളങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞാൻ ഒത്തിരി കാണാറുണ്ട്. ഈ ഭൗതിക ജീവിതത്തിൽ ലഭിക്കുന്ന ഈ അത്ഭുത അടയാളങ്ങളും സാക്ഷ്യങ്ങളും സൗഖ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കാം. എന്നാൽ ചിലപ്പോഴൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണുമ്പോൾ അതിനെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടാറുണ്ട്. എന്താണെന്നറിയാമോ? കരിസ്മാറ്റിക് ശുശ്രൂഷകൾ അതെന്ന് കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നടത്തുന്നതായാലും കത്തോലിക്ക സഭയുടെ പുറത്ത് നടത്തുന്നതായാലും ഈ കരിസ്മാറ്റിക് ധ്യാന ശുശ്രൂഷകൾ ഇന്ന് വെറും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം. കരിസ്മാറ്റിക് ശുശ്രൂഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഒരു സ്ഥലം ആയിട്ട് മാത്രം ചുരുങ്ങിപ്പോവുകയാണ്. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പ്രാധാന്യമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്തതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നും അത് സംഭവിക്കുന്നുണ്ട്, അത് സംഭവിക്കും. കാരണം കർത്താവിൻ്റെ നാമത്തെ അത്ര ശക്തിയുണ്ട്, അത്ര പവറുണ്ട്. പക്ഷേ ഈ അത്ഭുത സാക്ഷ്യങ്ങളും അടയാളങ്ങളും എന്തിനെക്കുറിച്ചുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ നടന്ന അടയാളങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത് മുഴുവൻ. മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൽ നടന്ന അടയാളങ്ങളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങൾ വളരെ കുറവാണ്. ഒരു 90% സാക്ഷ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് മുഴുവൻ ഭൗതിക ജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത്ഭുതകരമായിട്ടുള്ള മാനസാന്തരത്തെക്കുറിച്ചോ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന ഒരു പരിവർത്തനം, ഒരു മാറ്റത്തെക്കുറിച്ചോ പറയുന്ന സാക്ഷ്യങ്ങൾ വളരെ ചുരുക്കമാണ്. ഒരു 10-5% ഉണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ മറ്റ് സാക്ഷ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കൊടുത്തു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഫേമസ് ആകാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ലോകം അറിയണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തെ ലോകം അറിയണമെന്നുണ്ടെങ്കിൽ ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യന് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് പറയണം, അത് ലോകത്തെ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ മാത്രമേ ഈ ലോകത്തിൽ പെട്ടെന്ന് പേരെടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് ഫേമസ് ആകുന്ന ധ്യാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാർ, പ്രിയപ്പെട്ടവരെ, അതിന് ആഴമായിട്ടുള്ളൊരു വേരില്ലാത്തത് കൊണ്ട് അതൊന്നും അധിക കാലം നിലനിൽക്കാറില്ല. ധ്യാന കേന്ദ്രങ്ങളിൽ, ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ വ്യക്തികൾ പറയുന്ന സാക്ഷ്യങ്ങൾ എന്താണ്? നല്ലൊരു ശതമാനം ശാരീരിക രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം ഭൗതിക മേഖലയിൽ, സാമ്പത്തിക മേലുണ്ടായിട്ടുള്ള വലിയ അടയാളങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പല ഭൗതിക മേഖലകൾ, ചില വ്യക്തികളൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, അവരെയൊക്കെ വിളിച്ചിട്ട് ഏറ്റവും അവരുടെ പേര് പറയുന്നു, വീട്ടിലെ ചില അടയാളങ്ങൾ പറയുന്നു, ജോലി മേഖലയിലെ ചില അടയാളങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ മറ്റു ഭൗതിക മേഖലയിലെ അടയാളങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ജനത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഈ മനുഷ്യൻ ഇതെങ്ങനെ അറിഞ്ഞു? ഈ അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? എന്തോ ഒരു അത്ഭുത സിദ്ധി ഉണ്ട്. അങ്ങനെ ജനം ആശ്ചര്യപ്പെടുകയാണ്, ജനം അത്ഭുതപ്പെടുകയാണ്. അത്ഭുതപ്പെടുന്ന ഒരു ജനത്തെയല്ല നമുക്ക് വേണ്ടേ, ആശ്ചര്യപ്പെടുന്ന ജനത്തെയല്ല നമുക്ക് വേണ്ടേ, മാനസാന്തരപ്പെടുന്ന ഒരു ജനത്തെയാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ചൂട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ മാനസാന്തരത്തിനൊന്നും ഒരു വില ഉണ്ടാകില്ല. നല്ല മനുഷ്യനായിട്ട് ജീവിക്കേണ്ട ഒരു പ്രാധാന്യത്തിന് ഒരു വില ഉണ്ടാകില്ല. നമ്മളിലെ മാറ്റമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അത് കഴിഞ്ഞിട്ടേ മറ്റ് അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും പ്രാധാന്യമുള്ളൂ. നമ്മൾ എന്തിനാണ് സത്യം പറഞ്ഞ് നമ്മൾ ഈ സാക്ഷ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്? യേശുവിനെ അറിയിക്കുന്നത് ഇങ്ങനെയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങളെ വെച്ച് തന്നെ പലരും ഈ വീഡിയോസ് എടുത്ത് തന്നെ യേശുവിനെ കളിയാക്കുന്ന വിധത്തിലുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. യേശുവിലുള്ള വിശ്വാസം, കരിസ്മാറ്റിക് ശുശ്രൂഷകൾ, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പല സാക്ഷ്യങ്ങളും ഒത്തിരി അപമാനങ്ങളും കളിയാക്കലൊക്കെ നേരിടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാക്ഷ്യങ്ങൾ നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ നേരിട്ട് കാണുന്ന ആൾക്കാർ, അവരും ഈ സോഷ്യൽ മീഡിയയിലൂടെ സാക്ഷ്യങ്ങൾ കാണുന്ന ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. സാക്ഷ്യങ്ങൾ നേരിട്ട് കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അഭിഷേകത്തിലാണ്, അവരൊരു ധ്യാന അന്തരീക്ഷത്തിലാണ്, അവർ ഒരു ആത്മാവിൽ നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് അവർ ഉള്ളത്. അവർക്കൊരു പക്ഷേ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്താണെന്ന് വചനമൊക്കെ കേട്ടതിൻ്റെ അവസ്ഥയിൽ മനസ്സിലാവും.
എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തി അവൻ ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ്, ലോകത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് ഇതിനെ ശരിക്കും വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അത് വേറൊരു വിധത്തിൽ ശരിക്കും ലോകത്തിന് കൊടുത്തുകൊണ്ട് കളിയാക്കി കൊടുത്തുകൊണ്ടൊക്കെ ശരിക്കും ചെയ്യുമ്പോൾ ശരിക്കും ഈ സാക്ഷ്യങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ ഈശോ അപമാനിക്കപ്പെടുകയാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് തരുന്ന അടയാളങ്ങളും പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശങ്ങളും അത് ആത്മീയാഭിഷേകമുള്ളവർക്ക് അത് വ്യക്തമായിട്ട് സ്വീകരിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ വലിയൊരു മണ്ടത്തരമായിട്ടാണ് അല്ലെങ്കിൽ വലിയൊരു പൊട്ടത്തരമായിട്ടാണ് അവർ കാണുക. അതുകൊണ്ട് തന്നെ അവർ ഈസി ആയിട്ട് അതിനെ വലിച്ച് ചവിട്ടി കീറി അതിനെ ശരിക്കും കളിയാക്കും. പരിശുദ്ധാത്മാവ് തരുന്ന സാക്ഷ്യങ്ങളും അടയാളങ്ങളും സന്ദേശങ്ങളും ഇത് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലോകത്തിന് ഇന്ന് ആവശ്യം കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനം കൊടുത്താൽ മതി. ആ വചനം കേട്ട് ശരിക്കും ആൾക്കാർ മാനസാന്തരപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഈശോ മാനസാന്തരത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഈശോ രോഗസൗഖ്യങ്ങൾ കൊടുത്തു, മറ്റു പല അത്ഭുതങ്ങളും നടത്തി. പക്ഷേ ഈശോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് മാനസാന്തരത്തിനാണ്. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുലിഖിതത്തിൽ ഈശോ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഒരു അത്ഭുതം വെച്ചിട്ടല്ല ഈശോ ശുശ്രൂഷ തുടങ്ങുന്നത്. ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടല്ല ഈശോ സുവിശേഷം തുടങ്ങുന്നത്. ഈശോ പറയുന്നത് അവിടെ ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിനാണ് ഈശോ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ഒരു വ്യക്തിയുടെ മാറ്റം, തിന്മയിൽ ജീവിച്ച് അശുദ്ധിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ വിശുദ്ധിയിൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള മാറ്റം, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇന്ന് ലോകത്തിലേക്ക് കൊടുക്കാറില്ല. കാരണം ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തികളോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളോ ഫേമസ് ആകില്ല, പേരെടുക്കില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഈശോയ്ക്ക് ആവശ്യം. ഒരു വ്യക്തിയുടെ മാനസാന്തരം, ഒരു വ്യക്തിയുടെ മാറ്റം, സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, നന്മയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, നല്ല മനുഷ്യത്വത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത്, ഒരു ധ്യാനം കൂടിയ ശേഷം, ഒരു ശുശ്രൂഷ കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി മാറുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുലിഖിതത്തിലേക്കൊന്ന് നോക്കിക്കേ. അനുദപിക്കാത്ത നഗരങ്ങളെ ഓർത്ത് ഈശോ അനുദപിക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കാത്ത നഗരങ്ങളെ ഓർത്തല്ല, രോഗസൗഖ്യം നടക്കാത്ത നഗരങ്ങളെ ഓർത്തല്ല, അല്ലെങ്കിൽ ഭൗതിക അടയാളങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളെ ഓർത്തല്ല ഈശോ അസ്വസ്ഥപ്പെട്ടത് അല്ലെങ്കിൽ ഈശോ സങ്കടപ്പെട്ടത്. ഈശോ ശാസിക്കുന്ന 2 നഗരങ്ങളാണ് ബെത്സൈദ, ഖുറാസിൻ. ഈ 2 നഗരങ്ങളെ ഈശോ ശാസിക്കുകയാണ്. അവിടെ ഈശോ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പക്ഷെ അവർക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈശോയുടെ നാമത്തിലുള്ള അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പ്രാധാന്യമില്ല, അവ വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഫോക്കസ് കൊടുക്കേണ്ടത് മുഴുവൻ മാനസാന്തരത്തിനാണ്, മനുഷ്യൻ്റെ മാറ്റത്തിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് യേശുവിൻ്റെ സ്വഭാവമുള്ള, യേശുവിനെ പോലെ ആകുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് മാറാൻ പറ്റുന്ന അല്ലെങ്കിൽ അതുപോലെ മാറ്റപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇന്ന് നമുക്ക് വരണം. നമ്മളൊരു ശുശ്രൂഷയിലേക്കോ ഒരു ധ്യാന കേന്ദ്രങ്ങളിലേക്കോ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ധ്യാനം കൂടാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള മാറ്റത്തിനാണ്. നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ധ്യാനങ്ങൾ കൂടുന്ന നല്ലതാണ്, ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന നല്ലതാണ്. ആ ഒരു വ്യക്തിത്വത്തിലേക്ക് മാറുമ്പോഴാണ് ഈശോ നമ്മളെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ട് മാറാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ശുശ്രൂഷാ കേന്ദ്രങ്ങളും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ നമ്മുടെ ശുശ്രൂഷകൾ എന്താണെന്ന് അറിയിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയിക്കുക എന്നുള്ളതല്ല, മാനസാന്തരത്തിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് ഉള്ള ശുശ്രൂഷകൾ, അതിനെ പ്രചരിപ്പിക്കുന്ന ശുശ്രൂഷകൾ, ആ മാനസാന്തരത്തിൻ്റെ കഥ അത് പ്രചരിപ്പിക്കുന്ന ശുശ്രൂഷകൾ, അങ്ങനെയുള്ള ശുശ്രൂഷ കേന്ദ്രങ്ങൾ ആണ് നമുക്ക് ആവശ്യം. നമ്മുടെ ശുശ്രൂഷാ മേഖലകളെല്ലാം അതിനായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.